ഹായ്. അപ്പോൾ മോഹനരാഗത്തെ കൂടുതൽ അറിയാനുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ, അല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പാട്ടുകളെ കുറിച്ച് പറഞ്ഞു. ക്ലാസിക്കലി, അതേപോലെ സിനിമാ സംഗീതത്തിൽ, പിന്നെ ഭജൻസിലൊക്കെ ഉപയോഗിക്കുന്ന പാട്ടുകൾ, ഇതൊക്കെ പറഞ്ഞു. രണ്ടൊന്ന് ചോദ്യങ്ങൾ എനിക്ക് വരെയുണ്ടായി കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ. എന്തുകൊണ്ടാണ് എല്ലാ പാട്ടും പൂർണ്ണമായിട്ടും പാടാത്തതെന്ന്. അതിന് ഉള്ള ഉത്തരം, ഒന്ന്, നമ്മുടെ വീഡിയോന്റെ ഉദ്ദേശം മോഹനരാഗത്തിന്റെ സ്വാധീനം സിനിമാ പാട്ടുകളിൽ, ഭജൻസില്, മറ്റ് കവിതകളിലൊക്കെ ഉള്ള ആ ഒരു സ്വാധീനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിക്കുക എന്നുള്ള എൻ്റെ ധർമ്മം. രണ്ടാമത്തെ കാര്യം, ഇത് പൂർണ്ണമായിട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അത് അവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, ക്ലെയിം ആൻഡ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അത് ഗുണം ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ ഭാഗങ്ങൾ നമ്മൾ പാടിയതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ഒരു ഭജനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരുപാട് ഭജൻസ്, അതുപോലെ ഭക്തിഗാനങ്ങളൊക്കെ മോഹനം രാഗത്തിലുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്, കർണാടക സംഗീതത്തിന്റെ അധ്യയന പദ്ധതിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കൃതികളുണ്ട്. ഒന്ന് സരസ്വതി സ്തുതി, അത് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രശസ്തമാണ്. വരവീണ മൃദുപാണി വനരുഹലോചനറാണി സുരുചിര ബംഭരവേണി സുരനുത കല്യാണി നിരുപമ ശുഭഗുണലോലെ നിരത ജയ പ്രദശീലെ വരദാ പ്രിയ രംഗനായകി വാഞ്ചിത ഫലദായകി സരസീജാസനജനനി സരസീജാസനജനനി ജയ 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 വാണി. സരി ഗ പധ സദ പഗരി സരി ഗരി ഗ പ ഗ പദ പദ സദ പ ഗ പദ പഗരി സ. അടുത്തത് ആദിതാളത്തിലുള്ള, കർണാടക സംഗീതത്തിൽ ആദിതാളത്തിലുള്ള മറ്റൊരു വർണ്ണം ഗരി സരി ഗരി രി സധ സരി ഗരി ഗ പ ഗ പദ പദ സധ പ ഗ ധ പ ഗരി റിന്നോ കോരിയു മനോ ര നീഖി ലലോകനായക ഗ ഗ പ ഗ ഗ പ പ ധ ധ പ ദ സ ധ ധ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി നന്നോ പ ലിം പ വൈ യ ആ നമിത കൃപാ ജൂഢര ഗരി ഗരി സരി സരി സ ഗരി ഗ സരി സദ സരി ഗരി ഗ പ ഗ പ ധ പ ഗ പ ധ പ ധ സരി ഗരി ഗ സരി ധ സ പ ധ സരി ഗ സ ധ പ ഗരി സരി നിന്നോ കോരിയു മനോ ആ. എന്റെ സ്വരം ഇങ്ങനെ നമ്മൾ ആലപിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഉത്സാഹം ഇങ്ങനെ വിടർന്നു വരാൻ തുടങ്ങും. അതൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ പാട്ടില്. ഈ രാഗത്തിനും ചില രാഗങ്ങൾക്കുണ്ട് ഇതുപോലെ ഒരു പ്രത്യേകത. അതുപോലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു
ഫിലിം സോങ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ വാതിൽ തുറക്കൂ നീ കാലമേ ആ ആ ആ ആ ഈ ആലാപനത്തിൽ തന്നെ അറിയാലോ പാട്ട് ഏതാണെന്നല്ല അല്ലെ. നഖക്ഷതങ്ങളില് മറ്റൊരു ഗാനം. ഹീരനാം വെണ്ണിലാവിൻ പൂമ്പുടവയഴിഞ്ഞു ഈ നദീതൻ കുളീനങ്ങൾ ചന്ദന കുളിരണിഞ്ഞു പൂമ്പുടവത്തുമ്പിലെ കസവെടുത്തു പൂക്കൈത കന്യകമാ മുടിയിൽ വെച്ചു നീരാടുവാൻ നിലയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ. അതുപോലെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ട് അതെ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ മൃദുദേവതയോ യൗവനമോ മൃദുദേവതയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തതു യൗവനമോ മൃദുദേവതയോ യൗവനമോ മൃദുദേവതയോ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ യാമിനിയോ ആ ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ യാമിനിയോ. അതിൽ അടുത്തത് വരുന്നത് പഴയൊരു ഗാനമാണ്. ജയചന്ദ്രൻ അദ്ദേഹം ആലപിച്ച് മനോഹരമാക്കിയ കരിമുകിൽ കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു. അത് ചെറിയൊരു രാഗവ്യത്യാസമുണ്ട്. ആ വരികള് കുറച്ച് മോഹനമായിട്ട് കണക്ഷൻ ഉണ്ട്, പക്ഷെ പാടി വരുമ്പോൾ വേറൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ കരയുന്നു പുഴ ചിരിക്കുന്നു കരയുന്നു പുഴ ചിരിക്കുന്നു കണ്ണീരുമൊലുപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ
കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തന്മേട്ടിലെ കനകാംബരങ്ങൾ മാഞ്ഞു. കടത്തുവള്ളം യാത്രയായി യാത്രയായി, കരയിൽ നീ മാത്രമായി. തൽക്കാലം നമ്മൾ ഇവിടെ വച്ച് നിർത്തുകയാണ്. അടുത്ത ഭാഗത്ത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. കടത്തുവള്ളം യാത്രയായി യാത്രയായി, കരയിൽ നീ മാത്രമായി.